മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവ വേദിയിൽ ചർച്ചയായി പുതിയ കാലഘട്ടത്തിന്റെ സിനിമ. നടി റിയ ഷിബുവും അരുൺ അജികുമാറും ദീപ നിശാന്തും പങ്കെടുത്ത ചർച്ചയിലെ വേദി നിറയെ പുതിയ തലമുറക്കാരായിരുന്നു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ വേദി അണ്ടർ ദി ട്രീ. സദസ്സിൽ നിറയെ യുവതി യുവാക്കൾ. വിഷയം പുതുസിനിമ കാണുന്നതും പറയുന്നതും. സർവമായയിലെ പൂക്കി പ്രേതത്തെയും ആസ്തറ്റിക് കുഞ്ഞമ്മയെയും കാണാനും കേൾക്കാനും എത്തിയവരാണ് വേദിയിൽ. എനിക്ക് ആക്ച്വലി ഞാൻ സെറ്റിലിരുന്നപ്പോഴും ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഞാൻ ജസ്റ്റ് ബിഹേവ് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേപോലെയാണ് അഖിൽ ചേട്ടൻ പറഞ്ഞത്, റിയ എങ്ങനെ സംസാരിക്കുക അതേപോലെ സംസാരിച്ചാൽ മതി. സിനിമാ പോസ്റ്ററുകൾ കണ്ട സിനിമ കാണുന്ന ആളുകളാണ് ഇന്നുള്ളത്. ഞാനൊരു പോസ്റ്റർ ഒരു പടത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആ പടത്തിൻ്റെ ഏറ്റവും ട്രൂ സെൽഫിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു ആർട്ടായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവുകളും അവരുടെ പൊളിറ്റിക്സും അവരുടെ എന്താ പറയുക ആർട്ടിസ്റ്റിക് ടേസ്റ്റും ഒക്കെ അതിലുണ്ടാവും. ഈ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് അവസാനവും പ്രേക്ഷകർക്ക് ചിന്തിച്ച് കണ്ടെത്താൻ എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കുന്നുണ്ട് പല സിനിമകളും. നമ്മൾ പറയും സിനിമയിൽ ഇപ്പം എന്തോ ആവാലോ, സിനിമയിൽ ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഒരു 3 വയസ്സുള്ള കുട്ടി മുതൽ 90 വയസ്സോ 100 വയസ്സോ ഉള്ള ആളുകൾ വരെ ഈ സിനിമ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നു. ഗുണപരമായിട്ടും ദോഷമായിട്ടും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു കല ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പുതിയ സിനിമകളെ തള്ളിക്കളയാതെ സ്വീകരിക്കുന്നുണ്ട് പുതുതലമുറ. ന്യൂ ജനറേഷൻ സിനിമയും പണ്ടുകാലത്തെ സിനിമയും നമ്മൾ എൻ്റയർലി ഒരുപാട് ഡിഫറൻഷൻ. നമ്മളത് കാണുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ഞങ്ങളെപ്പോലെയുള്ള ജനറേഷന് ഇപ്പോൾ ഈ സർവമായ പോലത്തെയൊക്കെ ഫിലിം ഒരുപാട് ഇഷ്ടമാണ്. പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ആയാലും പുതിയ പുതിയ ആക്ടിങ് സ്റ്റൈലുകൾ, പുതിയ പുതിയ ടെക്നോളജി, ഈവൻ ദി ക്യാമറ ദാറ്റ് ഹീസ് ഷൂട്ടിംഗ് ഇറ്റ്സ് ന്യൂ, റൈറ്റ്? സോ സിനിമയിൽ എപ്പോഴും നല്ല പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പണ്ടത്തെ വെള്ളസാരി ഉടുത്ത പ്രേതം മാറി ജെൻസി പ്രേതം വന്നതുപോലെ സിനിമയിൽ ഇനിയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.